അമൃതിനു വേണ്ടി ദേവാസുരന്മാർ വിഷസർപ്പമായ വാസുകിയെ കയറും ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ മന്ദരപർവ്വതത്തെ കടകോലുമാക്കി പാൽക്കടൽ കടഞ്ഞു. അമൃതുണ്ടായി. പിന്നെ ഘോരമായ കാളകൂട വിഷം ഉയർന്നു വന്നു. തീയും പുകയും പോലെ പൊങ്ങിയ അതിൻ്റെ ദുർഗന്ധത്തിൽ ത്രിലോകങ്ങളും മയങ്ങിപ്പോയി. ലോകങ്ങളെ രക്ഷിക്കാനായി മൃത്യുദേവനായ ശിവൻ ആ വിഷം കുടിച്ചു. അമൃതിനും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള സ്പർദ്ധ ദേവന്മാരിൽ വർദ്ധിച്ചു. അതോടെ യുദ്ധവും തുടങ്ങി. ഒരു രോഗി ചികിത്സയ്ക്ക് വരുന്നു എന്ന് നേരത്തെ വിവരം കിട്ടുന്നതായി അറിയാൻ പറ്റും. അതിപ്പോൾ ഒരാഴ്ച മുമ്പ് വരെയുള്ളത് അറിയാൻ പറ്റും. അതിന് വെളിച്ചാങ്കാലത്താണ് പരിശോധന. 5 മണി നേരത്താണ്. ആ സമയത്ത് ശ്വാസത്തിൻ്റെ ഗതി നോക്കിയിട്ടാണ്. 1-2 തവണ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിലധികം അനുഭവം ഉണ്ടായത് എന്താ വെച്ചാൽ തൊട്ട് മുമ്പ് എൻ്റെ മനസ്സങ്ങോട് അസ്വസ്ഥാവും. എന്താണെന്ന് വെച്ചാൽ ഒരു കാരണം ഉണ്ടായില്ല. രസമായി വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കും. പെട്ടെന്ന് ഒരു ആൾക്കാറ് പോലെ എന്തോ ഒരു സുഖമില്ല. എന്താ ഞാൻ എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായി. അപ്പോഴേക്ക് കാണാം കൊണ്ടുവരുന്നു കാണാം. ദൂതൻ തേടി വരുന്നേരം താനിരിക്കും പ്രകാരവും ദൂതൻ്റെ വരവും കോപ്പും വരവും വ്യവഹാരഭേദവും അന്നേരത്ത് നിമിത്തങ്ങൾ സ്ഥാനഭേദങ്ങൾ എന്നിവ സൂക്ഷിച്ചാൽ അറിയാം ദൂതൻ ചൊന്നത് ശുഭാശുഭം. യാത്രയാം കലഹേ ഹോമേ ഭ്രവനെ പ്രേതകർമ്മിണി നഗ്നേ നാരി വശം പ്രാപ്തം മൂത്രദർശ പശുപ്രസു. ഉറക്കും കുളിയും ദുഃഖം എണ്ണ തേക്കുന്നു ഇങ്ങനെ. ശുഭമല്ലാത്ത നേരത്ത് ദൂതൻ വരികിൽ മധ്യമം. കാട്ടിലോ കെട്ട വീട്ടിലോ നിൽക്കുന്നേരം വരും ദൂതൻ രോഗിക്കന്തകനായി വരും. പിന്നെ ഞാൻ രോഗിതൻ്റെ ബന്ധുക്കൾ സമജാതികൾ ആശ്രമീ വിപ്രഭാഷാണന്മാരും ദൂതരിൽ ഉത്തമം. അകാരത്തിന് 11, വികാരത്തിന് 2. ഉകാരാകൽ 3 ഏകാര പല്ല് 4. പുല്ലാഞ്ഞി മൂർഖൻ തല തൊട്ടതാകിൽ പുറ്റെന്ന് മൂർഖന്നത മൂക്കു തൊട്ടാൽ. കണ്ടേജ തൊട്ടാൽ കരുവേലയല്ലോ മാറത്ത് മണ്ഡലി പറമ്പിനകത്ത്. നിന്ന് തുണ്ടേജ തൊട്ടാൽ പുളകൻ നരക്കി ലുഴരാല് പിന്നെ തൊടയങ്ങ് തൊട്ടാൽ രാൽ തൊടയങ്ങത്. അകത്ത് വന്നവനത മുട്ടി തൊട്ടാൽ ചുരുട്ട പിന്നെ കുഴി മണ്ഡലീക. കളങ്കഴൽ കങ്ങടി തൊട്ടതാകിൽ ചൊല്ലാമടോ മുള്ളലി വൃശ്ചികങ്ങൾ. ഈ വണ്ണമോർത്തങ്ങു ചികിത്സ ചെയ്യുക മന്ത്രൌഷധേദേശിക സൂക്തമോക്തവും. പിന്നെ ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പാമ്പിനെ പേടിയാണ്. അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല. പക്ഷെ പാമ്പിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ വേറെ ഒരാളാണ് വേണം. എനിക്ക് അപ്പോഴെന്താണ് ചെയ്യണമെന്നുള്ളത് എനിക്കിപ്പോൾ ഓർമ്മയില്ല.
ഇപ്പോൾ മോർക്ക് എന്നെ നോക്കുന്നുണ്ട്. ഇപ്പം എന്നെ നോക്കുന്ന സമയത്ത് ഫുൾ എല്ലായിട്ടുള്ള ഫുൾ ഫാങ്സ് ആയിട്ടുള്ള മൂർഖനുണ്ട്. ഇപ്പം എന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ മോർക്കായിരിക്കും ഇപ്പോൾ ഇത് നോക്കുന്നത്. കാണാവോ? അർജുൻ തിരിച്ചെങ്ങോട്ടാണ് നോക്കുന്നത്? ഞാനും അതിൻ്റെ മോർക്ക് അതിൻ്റെ കണ്ണിൽ കാണുന്നു. ഇപ്പോൾ അതിൻ്റെ മോർക്കല്ല നോക്കുന്നത്. അർജുൻ പാമ്പുകളെ സ്വപ്നം കാണാറുണ്ടോ? ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഇതുവരെ കണ്ടിട്ടില്ല. En tanginatnum raskane और टंगिनात्म इंग स्वप्न खखरा और टंगिनात्म मूर्ति एकसन बंचा अदिन एद आगे टंगिनात शक्ति दिमिंगन होच्छा तो माझगांव सीमान ये अंतर्गत लिटिया चुआ कुठी सीमान और कठगांव सीमान है 3 सीमानीनो इंगन होच्छा करा लेकिन एन बल्ला लिखन कि इर कुलखर हकनर इरी नमः शरीर विसे आरी बाह रचा 8-10 फुट ही आलर रचर आर गुसनेन किरकान तैसे एरल दन के असन मूर्ति कमालनर और आदिन नमः कुड़खर दिम ईसा नंद्र आनर कुड़ुख एकान नक्कान एराले 14 मूर्तिन बाचर एराले 14 कालो तक एन धाय खोखा बरा बाबू खने आरी खोखा इन बर्स का तो बर्स का निशान तिकस ये चबुत सीढ़ी गुस्ते के पी के हैनु लेटर रही बगे सुपली डूबो और गन आदमी कुड़खर ही जी हनी मूर्ति रही आसान अड़स्कन खना जांग भैर होसुगा भैर हनी पीक मन जाएगा तो आसानी मूर्तिन मड़ावाचर 2-3 जन आसानी मूर्तिन मड़ावाचर तस एंगने दर की ई जो दियो अखी पखीर अनर और कुड़खर ही खोपा के जब लोहार लोग जंगल चढ़े तो महादेव की कृपा से जंगल में सिर्फ चंदन का पेड़ उनको दिखने लगा। लोहार लोगों को लगने लगा कि चंदन पेड़ को कैसे काटे, लेकिन महादेव उनके मन को निर्देशित करके उन्हीं चंदनों में से लकड़ी कटवाया और उस चंदन की लकड़ी से कोयला तैयार किया और 7 मन का खंडा और 7 मन का बर्छा लोहारों ने महादेव जी को दिया। उस खंडा और बर्छा को लेकर के महादेव उस अत्याचारी राक्षस का वध किया। उसको महादेव का प्रतीक, शक्ति का प्रतीक मान के लोग पूजा करने लगे। तेकस अस्ते खोच्चर केरार गुचा ई निमाय खड़ा और बरछिन जे लोहरस तोड़चस भांगचस लौचस तेस कुटस मारतुल तो घाना तो आसी इडपाने उमसुम तेस एंगन होच्चर केरार मजगांव सीमान ना तो आपखे महुआडी सीमान तेस बैंजुलो नु आद उक्किरी फेर ही बैंजुलो मैया कन पच्चो तो अतके हेरार आली तोए उड़ल मुहा टंगीनाथ कर बरछी और खड़ा के तो तोड़ले भांगले और हमरे मन के मरुआ थी हमार खानदान रे नी रही तोहो नी रहबे
इंगन जो का वर्ष का सर आरिन बाचकन के इसी इंद्रना में हके इसी नाम में फूलचंद लोहरा हके, इसलिए उस श्राप दे दिए कि हाँ इस सीमाना में मझगांव सीमाना में या टंगीनाथ की सरहद में लोहरा जाति का लोग नहीं जिएगा, और जो भी रहता है 3-4 दिन के बाद में वो पागल हो जाता है चाहे मर जाता है। अभी भी मारता है टंगीनाथ। कैसे? कैसे? आपका भैया को देख लीजिए, किसको? रामलाल भगत को, क्या हो गया? अभी मर रहा है। कैसे? कैसे? बीमारी से। वहाँ जो वहाँ परिवार लेके रखने वाला चीज़ नहीं है, स्थान नहीं है वहाँ, परिवार के साथ वो लोग रह रहे थे। माँ सरस्वती आइए माँ, विचार करना है, जल्दी आइए। आप रूपी जो है सीमाना में या गांव में हवा रोग है, जिसका गांव खराब हो जाता है तो हवा वैसे ही चलता है। दैया मुर्गी बकरा चरा के दूसरों का नाशन करता है, और डायन मंत्र से केवल उनका बहिया चुड़ील जो है शक्ति उस सब शक्ति को समेट लेती है, और डायन लोग ऐसे ही आपको सीधे नहीं मारता है, आपको पैर का तलवा का ये जो है धूल को ले लेता है, दतवन का कुची, दतवन नहीं करते हैं उसका कुची, और केस और नया कपड़ा, कोई भी चीज़ ये में से कोई भी चीज़ मिला उसी से मार देता है। गांव गड़बड़ हो गया तो भूत को पकड़ना पड़ेगा। പത്ത് 4/2003 എൻ്റെ കേസിൻ്റെ വിധി പറഞ്ഞു. കോഴിക്കോട് സെഷൻസ് കോടതി 12/4 കണ്ണൂർ ജയിലിലേക്ക് വന്നു. ഞാൻ 30 സെക്കൻഡ് കഴിഞ്ഞിപ്പോൾ 11/3 മാന്യ മോൻ 5 മണിക്കാണ് 11/3
പറയുന്നത് എനിക്കൊരു 2-3 ദിവസത്തേക്ക് ഞാൻ ഒരു കാരണത്താൽ എന്നെ കിട്ടിയത്. അറിയാമോ പിന്നെ ഓർമ്മയുണ്ടോ? അതായത് അമ്മേൻ്റെ വയറ്റിൽ നിന്ന് പോകുന്ന ഏറ്റവും മൂത്ത ചങ്ങാതിയാണ് ഞാൻ. എൻ്റെ പേര് കരുണെന്ന. അറിയാമോ? അമ്മയുടെ പേര് തന്നെയാണ്. ഇങ്ങോട്ട് വാ. ആ മണ്ണിലേക്ക് ഞാൻ കയറിയതാ. ഞാൻ പോവാണ്. വിട്, ഞാൻ പോവാ. ഇതായിട്ട് മുറുക്കാൻ മതി. ഞാൻ മുറുക്കാൻ മേടിച്ച് അങ്ങാടി മറന്നു. വേണ്ട എടുത്ത് ഇവിടെ കള, എടുത്ത് ഇവിടെ കള. ആറുന്നോട്ടെ. ഞാൻ പറഞ്ഞില്ലേ മകളുണ്ടായിരുന്നല്ലേ, അവൾ ആത്മഹത്യ ചെയ്തു. അവൾ ഇവരോട് ചോദിച്ചറിയാതെ ഈ ഈ മൂഴി പാലത്തിൻ്റെ മുകളിൽ നിന്നെടുത്ത് ചാടിയത് അവളോട്. ഈ ഭർത്താവിൻ്റെ പീഡനം സഹിക്കുക വയ്യാതെയാണ് എൻ്റെ മോൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഇവൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സാറേ ഒരു ലക്ഷ്യവുമില്ല. ഒരു മനോരമ വീക്കിലേക്കാട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി. അങ്ങനെ മണ്ണ് വെച്ചൊക്കെ തീ വെക്കുകയും ചെയ്തു. അതും ഇങ്ങനെ മണ്ണിനകത്ത് കിടക്കുന്ന തീപ്പൊട്ടി ഒറ്റയടിക്കത്തി. ഇതാണ് എൻ്റെ കേസിൻ്റെ വസ്തുത. അവളെ അന്നേരം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് അവളെ അടുക്കളയിലേക്ക് ഓടി, ഞാൻ പുറത്തേക്ക് ഓടി. എൻ്റെ ദേഹത്തേക്ക് പെട്ടെന്ന് വെള്ളം ഒഴിച്ചു. അവളെ ദേഹത്തേക്ക് വെള്ളം ഒഴിക്കാൻ 2 മിനിറ്റ് താമസിച്ചു. എങ്ങനെ തീ കൊളുത്തിയത്? ഞാൻ തന്നെയാണ് തീ കൊളുത്തിയത്. അതിനകത്ത് മനസാ വാച കർമ്മണ എൻ്റെ ഭാര്യയാണ് സത്യമായിട്ടും. ഒരു അര സെക്കൻഡ് മുമ്പ് പോലും ഞാൻ ഇതിനെ പറ്റി ചിന്തിച്ചില്ല. ഇങ്ങനെ 5-6 മാസമായിട്ട് കിടക്കേണ്ടത്. അവിടെയാണ് സുഖം. അവിടെയാണ് സുഖം. അതായത് സ്നേഹം എന്ന് പറയുന്നൊരു സാധനം എന്താണ് അറിയാമല്ലോ എനിക്ക്. അത് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതിനോട് എനിക്ക് അവിടെ നിന്ന് വിട്ട് പോരാൻ ഒരിക്കലും എനിക്കതിനെ തോന്നുന്നില്ല. മരണപാതാളത്തിലേക്ക് കുതിച്ചു പായാൻ വെമ്പുന്ന മെഴുകുതിരിയായി ഞാനിന്ന് അറിഞ്ഞുകൊണ്ട് കാലത്തെ തള്ളിവിടുന്നു. ഈ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട ഒരു യാത്രികൻ. ജയിലിൽ പോണതിന് മുന്നേ ഇങ്ങനെ ഡയറി എഴുതുന്നത്, അങ്ങനെ നോട്ടുകൾ എഴുതുന്ന സംഭവം അത്യാവശ്യമുണ്ട്. എന്നെ വിട്ടു നീ പോയി സരോ, ഞാൻ ഒറ്റയ്ക്ക് എല്ലാം സഹിക്കുക. നീ എവിടെ കാണുമോ? എടി സരോ, എവിടെ കണ്ടുമുട്ടുമോ? ഒരു കാലഘട്ടങ്ങളിൽ ഭയങ്കര വികാരജീവിയായിരുന്നു. അപ്പോൾ ഞാൻ എന്താക്കി, എൻ്റെ ഭാര്യ പ്രസവിച്ച് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇവരുടെ അനിയത്തി അമ്മിണി എന്ന് പറഞ്ഞൊരു കുട്ടി, ഇപ്പോൾ അതിനകത്തൊരു മകനുണ്ട്. അമ്മിണിയും എൻ്റെ ഭാര്യയായിട്ട് യാതൊരു വിധത്തിൽ അകൽച്ചയും ആദ്യവും ഉണ്ടായിട്ടില്ല, പിന്നെയും ഉണ്ടായിട്ടില്ല, മരിക്കുന്നവരെ ഉണ്ടായിട്ടില്ല. അവൾ എന്നിട്ട് അതേപടി തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് അവൾ അതിനകത്തൊരു പ്രശ്നത്തിലേക്ക് പോയില്ല. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് അവൾക്ക് അത്രയും ഭയങ്കര സ്നേഹമായിരുന്നു. എനിക്ക് അവളോട് അങ്ങനെയായിരുന്നു. അതായത് ഇന്നും ഞാൻ ഓരോ സെക്കൻഡിലും അവളെ പറ്റിയുള്ളൊരു വിചാരം എൻ്റെ മനസ്സിലില്ലാത്തൊരു സമയമില്ല. ഇന്നും എന്തിനു വേണ്ടി ചെയ്തു എന്നോട് തന്നെ ഞാൻ ചോദിക്കുക. ഞാൻ എന്തിനാ ചെയ്തത്? ആത്മഹത്യ ഒളിച്ചോട്ടമല്ല, നരകമായ ഭൂമിയിൽ നിന്നും രക്ഷപ്പെടലാണ്. ആത്മഹത്യ ഒളിച്ചോട്ടമല്ല. എപ്പോഴും ഇപ്പോൾ എനിക്കിപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നതാണ്. എന്താണ് എങ്ങനെ വെച്ചാൽ, പക്ഷേ ഞാനതിന് പോകില്ല, അത് വേറൊരു കാര്യം. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ റേഷൻ കെട്ട് എപ്പം ചെയ്യുന്നോ ആ സമയത്ത് ഞാൻ ഈ കേസിന് ജാമ്യം ഇറങ്ങിയ ശേഷവും 2 പ്രാവശ്യം ഞാനിത് ഈ മുതുകാട് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചിട്ട് 2 പ്രാവശ്യം ഞാൻ കുരുടാൻ മേടിച്ചാണ് പേരാമ്പ്രം പോയിട്ട് 65 ഉറുപ്പിക എടുത്തിട്ട് ഓരോ പാക്കറ്റ് കുരുടാനും ഓരോ ഫുൾ OCR ബ്രാൻഡും മേടിച്ച് കൊണ്ടുവന്നിട്ട് ഒന്ന് എൻ്റെ അമ്മ പിടിച്ചു, ഒന്ന് സത്യം എന്ന് പറഞ്ഞാൽ മുതുകാടുള്ള ചെറുക്കൻ പിടിച്ചു.
അവ 2 പ്രാവശ്യം അന്നേരം ഞാൻ ആലോചിച്ച് നോക്കാൻ എൻ്റെ റേഷൻ കെട്ടാനായിട്ടില്ല. ആയുസ് മുമ്പ് നോക്കണം, ലക്ഷണം പിന്നെ നോക്കണം. ആയുസ്സില്ലാത്ത അവനുണ്ടോ ലക്ഷണത്താൽ പ്രയോജനം? മരുന്ന് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ വേദനയൊക്കെ മാറി. ആ സമയത്ത് അവിടെ ഇങ്ങനെ നീര് വന്ന് കൂടിയിട്ടുണ്ടാവും. ഈ ആളങ്ങോട്ട് ഇങ്ങനെ തളർന്ന് അങ്ങോട്ട് പോകും. എനിക്ക് ഇപ്പം എന്താ ഉള്ളത്? ഇപ്പം എനിക്കൊന്നുമില്ല, നല്ല സുഖമാണ്. അപ്പോൾ വേദനയില്ല. അത് ഈ അവസാനത്തെ മോഹത്തേക്ക് കടക്കുകയായിരുന്നു. ഛായാദർശനം എന്നതിന് പറയുക. അത് നോക്കിയിട്ട് പറയുമ്പോൾ മരണലക്ഷണം റെഡിക്ക് പറയാൻ കഴിയും. നമ്മളെ ഛായ മീറ്റിലോട്ട് നോക്കിയാൽ നകൽ കാണും. നമ്മളെ നഖങ്ങളടക്കം ഞാൻ നോക്കി കാണുന്നു. വെള്ള നിറത്തിലും കാണുന്നു, കാർമേഘത്തിൻ്റെ നിറത്തിലും കാണുന്നു. എല്ലാ തരത്തിലും കഴുത്തിന് മേൽപോട്ട് കണ്ടിട്ടില്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ ആൾ പോകും. പിന്നീട് 2 കൈ കണ്ടിട്ടില്ലെങ്കിൽ അപകടം സംഭവിക്കും. ഏതെങ്കിലും അംഗങ്ങൾ നഷ്ടപ്പെടും. ഇതൊക്കെ ആയാലും മരണലക്ഷണം കണ്ടാലും അതിനെ ഒന്നും കൂടി അങ്ങേത്തല നോക്കണം. കാരണം ആ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രാണനും വിഷം കൂടിയിട്ടുള്ള ഒരു ഇതാണ്. എന്തൊക്കെ പറഞ്ഞു തരിക, സഹിക്കാൻ വയ്യ. മേത്തൊന്നുമില്ല, ഈ കഴിക്കുമ്പോഴും ഈ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ തോലുമ്പോഴും. പ്രത്യേകിച്ച് തൈരും ഈ പച്ചവെള്ളം വേണ്ട. മീൻ കൂട്ടാ അവലെന്തെങ്കിലും ഉപേക്ഷിച്ചോളൂ, മീനും ഉപേക്ഷിച്ചോളൂ. നിസ്കരിക്കാനൊന്നും പറ്റണില്ലേ, തീരെ പറ്റണില്ല. വെള്ളം തട്ടണില്ല. നമുക്ക് മരിച്ചു പോണ്ടേ, ഇങ്ങനെ ആയില്ലേ. തീരെ ഇതുകൊണ്ട് മരിക്കാൻ അതല്ല, നിസ്കരിക്കാണ്ട് നിസ്കാരം ആലോചിക്കുമ്പോൾ മനസ്സിന് സമാധാനമില്ല. വിഷമാണ് മരിച്ചു എന്ന് അങ്ങോട്ട് അറിയാന്നുള്ളത്. അടുത്ത കാലത്ത് ഈ കൊച്ചിന് തമ്പുരാൻ വരുത്തി കൊത്തിച്ചിട്ടുണ്ട്. കോലത്തെ തമ്പുരാനാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഈ മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരമായി ചെയ്ത് അവസാനം പറഞ്ഞു മഹാൻ ബാലകൃഷ്ണ മേനോനോ അദ്ദേഹത്തിനോട് പറഞ്ഞു ബാലകൃഷ്ണ ഇനി ഞാൻ മാത്രമാണ് ഇവിടെ ഇരിക്കല്ലേന്നു. അത്താണിയിലുണ്ടായിരുന്ന തോന്നുന്നുണ്ട് അവസാന കാലം. ഒരു പ്ലായിൽ കഞ്ഞി കഴിക്കാൻ പറ്റാതെ ആയിട്ടാണ് സാമ്പത്തികം ഭയങ്കര കുഷ്ഠം. അങ്ങനെയായിട്ട് നശിച്ച് ഓരോ അംഗങ്ങൾ അറ്റുപോവുക എന്നുള്ള കാര്യമായിട്ടാണ് നിസ്സുണ്ട് അദ്ദേഹത്തിന് വരുന്നത്. വേഷപ്രച്ഛന്നനായി വഴിയിൽ കാത്തുനിന്ന മഹാസർപ്പമായ തക്ഷകൻ ആദിവിഷവൈദ്യനായ കാശ്യപനെ കണ്ടുമുട്ടി. കാശ്യപൻ പറഞ്ഞു, കുരുവംശ രാജാവായ പരീക്ഷത്തിനെ തക്ഷകൻ ദംശിക്കും. തക്ഷകൻ്റെ വിഷത്തിൽ നിന്ന് രാജാവിനെ രക്ഷിക്കാനായി ഞാൻ പോകുന്നു. തക്ഷകൻ പറഞ്ഞു, ഞാൻ തന്നെയാണ് തക്ഷകൻ. രാജാവിനെ ഞാൻ ദംശിക്കും. എൻ്റെ വിഷം ചികിത്സിക്കാൻ നീ ശക്തനല്ല, തിരിച്ചു പോവുകയാണ് നല്ലത്. അപ്പോൾ കാശ്യപൻ പറഞ്ഞു, വിഷപീഡയെ നീക്കാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനുള്ള ബുദ്ധിയും വിദ്യയും എനിക്കുണ്ട്.
ഞാനിപ്പോൾ ചാവുമെന്നുള്ളത് എൻ്റെ അടുത്താണ് ഉള്ളത്. ചാവേണ്ട ഘട്ടം എത്തിയിട്ടില്ല. 100 വയസ്സും കഴിയും, 200 വയസ്സും കഴിയും. ഞാൻ ഇതാ ഇവിടത്തേക്ക് 100 വയസ്സാണ്. അതിനെല്ലാം കവച്ച് വെച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ മരണം വരെ തൂക്കൊള്ളണമെന്നാണ്. അപ്പോൾ ഇത് മരിച്ചു ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ ഡോക്ടർ ഒന്ന് പരിശോധിക്കും. മരണം സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ അതുവഴി ഇതുവഴി പുറത്തുണ്ടാവും. ഒരിക്കലും ബോഡി ഇതിനകത്ത് കൊണ്ടുപോകും. ഹൃദയദ്വാരങ്ങളിലൂടെ ചുരന്നു ചാടുന്ന പാപത്തിൻ്റെ കലാപരക്തം കുടിച്ചു നിൻ്റെ വയർ വീർത്തുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിയുടെ മെഡിക്കൽ പശ ചേർത്ത് അടച്ചു വെക്കപ്പെട്ട വിസർജനാവയവങ്ങൾക്ക് പോലും നിന്നെ രക്ഷിക്കാനാവില്ല. നീ വിലപിച്ചിട്ട് കാര്യമില്ല. ഇതൊരു വിധിയാണ്. സംയോഗാവിപ്രയോഗാന്ത മരണാന്തം ച ജീവിതം. രാമായണത്തിലുള്ള രണ്ടും ഒരേ നാണയത്തിൻ്റെ 2 വശമാണ്. ഒന്ന് ചെയ്താൽ മറ്റേത് അനുഭവിക്കണം, ഉറപ്പാണ്. ഇപ്പോൾ പ്രേതവും ഇല്ല, ഭൂതവും ഇല്ല, പാമ്പും ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ വെറുതെ ഇരിക്കൽ. ആളുണ്ട്, അനുഭവങ്ങൾ കാണിച്ചു തരും. അവരിപ്പം 4 വർഷത്ത് നമ്മൾ ടി വിയില്ലേ, ടി വി പോലെയും റേഡിയോ പോലെയും നമ്മൾ ഇത് പറയുന്നതൊക്കെ അവരും ഗണിച്ചെടുക്കുന്നുണ്ട്.